ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ്ലൈഫിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സമൂസയാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ സമൂസ. ഏറ്റവും ഈസിയസ്റ്റ് വേലാണ് ഞാൻ ചിക്കൻ സമൂസ ചെയ്തെടുക്കുന്നത്. ഇതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡിൽ സമൂസയുടെ ഷീറ്റായാലും സമൂസയായാലും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഷീറ്റിനായിട്ട് 3 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ആട്ട വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം ഡാൽഡ ഉരുക്കി ചേർക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 1/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു വെള്ളം മതി 3 കപ്പ് മൈദയിലേക്ക്. അത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ വേണം ഇത് സോഫ്റ്റ് ആക്കി എടുക്കാൻ ഈ മാവ്. അല്ലാതെ വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ലൂസാക്കിയിട്ട് കുഴയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ടഫിൽ വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഇത് നന്നായി മൂടി വയ്ക്കുക ഒരു 15 മിനിറ്റ്. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുള ഉരുട്ടിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. പരത്താൻ ഞാൻ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ സമൂസ നല്ല ക്രഞ്ചി ആവാനും ഒരു തരി പോലും എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ നല്ല കനം കുറച്ച് ഒരു പേപ്പറിൻ്റെ കനത്തിൽ വേണത് പരത്തിയെടുക്കണം. അത്രയും നൈസാക്കണം. ഇത് പൊട്ടൊന്നുമില്ല. ഷീറ്റ് അത്രയും കനം കുറയ്ക്കുമ്പോൾ കണ്ടില്ലേ, എൻ്റെ വിരലുകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും കനം കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒരു 4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂട് കൊള്ളിക്കുക. ഈ പൊള്ള വരാൻ പാടില്ല. ഒരു സൈഡിനെ ഒരു 2 സെക്കൻഡ് സമയം എടുത്താൽ മതി. അങ്ങനെ 4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂട് കൊള്ളിക്കുക. അങ്ങനെ എല്ലാ ഷീറ്റും നമുക്ക് ചൂട് കൊള്ളിപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞ അതേ അളവിൽ വെള്ളവും അതുപോലെ അരിപ്പൊടിയിലും ഇട്ട് ഈ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ എല്ലാ ഷീറ്റും നമുക്ക് ചൂട് കൊള്ളിച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടില്ലേ, എല്ലാ ഷീറ്റും ഞാൻ ചൂട് കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. പൊള്ള വരാൻ പാടില്ല കേട്ടോ, പൊള്ളയ്ക്കാൻ പാടില്ല. അത് കളറ് മാറാനും പാടില്ല. ഇനി ഞാനിത് 4 ഭാഗമൊന്നും മുറിച്ചെടുക്കണില്ല. 2 സൈഡിലെ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേ നീളനെ ഞാൻ മുറിച്ചെടുക്കുകയാണ് ഷീറ്റ്. ഇനി നമുക്ക് ഫില്ലിങ്സിനായിട്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല പൊടി എല്ലാം ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളം വറ്റിച്ച് നന്നായി വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് 2.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് 3 സവോള നന്നായി കനം കുറച്ചരിഞ്ഞിട്ട് അത് നന്നായി വെള്ളം വറ്റിച്ച് വഴറ്റിയെടുക്കുക. നല്ല ഡ്രൈ ആവുന്ന രീതിയിൽ. നന്നായിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോകുന്നു വേണ്ട. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ വീതമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 3 ക്യാരറ്റ് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞതും 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ചത് വെച്ചാൽ അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തവി കൊണ്ട് തട്ടിയിട്ടോ അത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചിക്കൻ ഇങ്ങനെ പിച്ചിട്ടിട്ടേക്കാണ്, അല്ലാണ്ട് മിക്സറിലിട്ട് ഞാൻ പൊടിച്ചേക്കല്ല. അതും കൂടി ഇട്ട് കുറച്ച് കറി ലീഫും കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പച്ചക്കറിയൊക്കെ ഒരുമിച്ച് ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നന്നായിട്ട് ഓവർ കുക്ക്ഡ് ആവണ്ടല്ലോ നമുക്ക്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകൊന്ന് മാറി വന്നാൽ മതി. നമ്മൾ പച്ചക്കറി ഒന്നും ഓവറായിട്ട് കുക്കാവണ്ട. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം സവോളയിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ ചിക്കനിലേക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോരാത്തതിന് ഉപ്പ് മാത്രം നമുക്ക് പിന്നെ ചേർത്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അതുപോലെ ഒരു മൈദ പേസ്റ്റ് കൂടി ചെയ്ത് വയ്ക്കുക. മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കി വെച്ചാൽ മതി. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഫില്ലിംഗ് ചേർക്കാം. എന്നുവെച്ചാൽ നിങ്ങളുടെ സമൂസയുടെ ഉള്ളിൽ എത്ര സ്ഥലമുണ്ട് അതിനനുസരിച്ചുള്ള ഫില്ലിംഗ് ചേർക്കുക. എന്നിട്ട്
ഇത് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് തേച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൽ ചെറിയ ഹോളൊക്കെ വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഹോളോടെ ഈ സമൂസ തുറന്നു വരില്ല, മസാല പുറത്തേക്ക് ചാടില്ല. ഇതൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലൊന്നും അതോടെ ഒരു പ്രശ്നവും സമൂസയ്ക്ക് സംഭവിക്കില്ല. കണ്ടില്ലേ, ഇത്ര എളുപ്പമാണ്. ആ ഫോൾഡ് എളുപ്പമാണ്. നമ്മൾ കാണുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലേ ഉണ്ടാവുള്ളൂ. ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഈ മസാല നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ സമൂസയും പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കണമെങ്കിൽ എല്ലാത്തിലും വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ സമൂസ ഇട്ട് കൊടുക്കാം. അധികം നേരം ഒന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് മതി ഒരു സമൂസയുടെ 2 വശവും മൊരിഞ്ഞ് കിട്ടാൻ. കാരണം ഉള്ളിലത്തെ ഫില്ലിങ് കുക്ക്ഡ് ആണ്. ഇനി ആ പുറമത്തെ ആ ഷീറ്റ് മാത്രം ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മെത്തേഡ് ഭയങ്കര ഈസി അല്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മൈദയില്ലെങ്കിലും നമുക്ക് ആട്ട വെച്ച് ചെയ്യാം. പിന്നെ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, വെജിറ്റബിൾ സമൂസ നല്ല കിടിലമായിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളായിട്ടേ ഞാൻ വരാറുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.